അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു അക്ഷയ്. അപ്പോൾ ഒരുപാട് സന്തോഷം. നാളെ ഏപ്രിൽ 15 വിഷു ആണ്. അപ്പോൾ വിഷുവിന് മുന്നേ നിങ്ങളെല്ലാവരും ഒന്ന് കാണാൻ സാധിച്ചു. നിങ്ങളെല്ലാവരും വന്നു. അപ്പോൾ നമുക്കൊന്നൊരു മീറ്റ് ദ പ്രസ് എന്ന് പറയുന്ന പോലെ നിങ്ങളൊന്ന് കാണുക. നമ്മളങ്ങനെ ഫൈനലി ഒന്ന് അഡ്രസ്സ് ചെയ്യുക. നമ്മളുടെ സിനിമ നാളെ റിലീസ് ചെയ്യാണ്, പള്ളിച്ചട്ടമ്പി. എനിക്ക് തോന്നുന്നു നമ്മൾ ഏപ്രിൽ 9 നമ്മൾ പ്ലാൻ ചെയ്തു. പിന്നീട് അത് ഇലക്ഷൻ കാരണം 10 മാറ്റി. പിന്നീട് സെൻസർ ഡി ഇലക്ഷൻ കാരണം തന്നെ നമുക്ക് അവിടെ നിന്ന് മാറ്റി 15 എത്തേണ്ട വന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് വിഷു ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ സിനിമ എത്തിക്കാൻ സാധിച്ചതിൽ. നിങ്ങൾ ട്രെയിലറും പാട്ടും ഇതെല്ലാം കണ്ടു എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് സന്തോഷം. മാക്സിമം സപ്പോർട്ടാണ്. ഇപ്പോൾ നമ്മൾ ബുക്കിങ്സ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. നല്ല റെസ്പോൺസ് ഉണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ സിനിമ എത്തിച്ചതിൽ. അങ്ങനെ നാളെ ഞങ്ങളുടെ പള്ളിച്ചട്ടമ്പി നിങ്ങളുടെ പള്ളിച്ചട്ടമ്പി ആവുകയാണ്, നമ്മുടെ പള്ളിച്ചട്ടമ്പിയാണ്. അപ്പോൾ എന്തായാലും വിഷു ദിവസം പൊളിക്കാനായിട്ട് നമ്മൾ എത്തി. ഇതാണ് ഒന്ന് അഡ്രസ്സ് ചെയ്യുക, നിങ്ങളായിട്ടൊന്ന് പങ്കിടുക ഞങ്ങളുടെ സന്തോഷം. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഹലോ, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. അപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്ന ഡേറ്റ് അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഇതാണ് ഇപ്പോഴാണ് കറക്റ്റ് ഡേറ്റ് ആയത്. അതൊരു ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ളൊരു വിഷു കൈനീട്ടമായിട്ട് കരുതുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇത് എൻ്റെ അടുത്ത് ഡിജോവും സുരേഷ് ചേട്ടനും 2018 അവസാനത്തിൽ ഇതിൻ്റെ കഥ പറഞ്ഞപ്പോൾ മുതൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു എലമെൻറ്റ് അത് ഇപ്പോഴും ഈ സിനിമയിൽ വളരെ നന്നായി തന്നെ പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഒരു ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഈ സിനിമ നാളെ റിലീസാവുകയാണ്. അപ്പോൾ ഞങ്ങളിതിനെ പറ്റിയിട്ട് എന്തൊക്കെ അവകാശവാദങ്ങൾ പറയുന്നു അതിനേക്കാളൊക്കെ ഉപരി ഒരു ദിവസം കൂടെ നാളെ വൈകുന്നേരം ഈ സമയത്ത് നിങ്ങൾ പലരും ഈ സിനിമ കണ്ടിട്ടുണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അറിയാനും പറ്റുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയും ആത്മാർത്ഥതയോടെയും തന്നെ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. നാളെ രാവിലെ മുതൽ അത് ഞങ്ങളുടെ മാത്രം സിനിമയല്ല, നിങ്ങളുടെയും കൂടെ സിനിമയാണ്. ആത്യന്തികമായിട്ട് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്ന ഓരോ സിനിമകളുടെയും ഉദ്ദേശം. അത് ഈ സിനിമ കൊണ്ട് നടക്കട്ടെ, സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നല്ല നല്ല കലക്കനായിട്ട് മലയാള സിനിമയിൽ നല്ല നല്ല വലിയ വലിയ ഹിറ്റുകൾ അത് എന്താ പറയുക, നമുക്കതിനകത്ത് ഈ പറഞ്ഞ പോലെ വരുന്നതിന് മുമ്പ് ഹൈപ്പോ ആൻറ്റിസിപ്പേഷനോ ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് സിനിമയുടെ കണ്ടന്റ് കണ്ടിട്ടാണ് ആൾക്കാർ സിനിമകൾ വിജയിപ്പിക്കുന്നത്. അതാണ് ഒരു സിനിമാ വ്യവസായത്തിൻ്റെ ഏറ്റവും നല്ല ലക്ഷണം എന്ന് എനിക്ക് തോന്നുന്നു. അതങ്ങനെ തന്നെ തുടരട്ടെ. നല്ല സിനിമകൾ മാത്രം വിജയിക്കട്ടെ എപ്പോഴും എന്നാഗ്രഹിക്കുന്നു. ഇനിയും നല്ല സിനിമകളുടെ ഭാഗമാവാൻ എനിക്കും പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സിനിമയ്ക്ക് ഞങ്ങളുടെ ക്രൂവിനും കാസ്റ്റിനും എല്ലാവർക്കും എന്താ പറയുക, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നാളത്തേക്ക്. ഒപ്പം നാളെ നിങ്ങൾക്ക് ഈ സിനിമ കാണാം, കണ്ട് നിങ്ങൾക്ക് വിലയിരുത്താം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ഇഷ്ടപ്പെട്ടാൽ ഇതിനകത്ത് പൈസ മുടക്കിയേക്കുന്ന ആ പാവത്തിൻ്റെ മുഖം ഒന്ന് നോക്കും. ഇഷ്ടപ്പെട്ടാൽ മാത്രം അത് മറ്റുള്ളവരോടും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവത്തിൻ്റെ മുഖത്ത് ഈ പുഞ്ചിരി എന്തുണ്ടാവും. ഓക്കെ, സന്തോഷം. താങ്ക് യു.